ഞാൻ പറഞ്ഞില്ലേ, ഈ ഡിപ്രഷൻ എന്ന് പറഞ്ഞാല് പലർക്കും പല രീതിയിലായിരിക്കാം. എനിക്ക് ഭയങ്കര കരച്ചിലുണ്ട്. വന്നോളൂ, നീ വിഷമിക്കാണ്ടിരി. എനിക്കെന്ത് വിഷമം? എനിക്കൊരു വിഷമമില്ല. ഇപ്പോ തിരിഞ്ഞു നോക്കുന്നില്ല ഗബ്രി ജാസ്മിനെ. അണ്ണനക്ക് മൂടില്ലെന്ന ഗബ്രി ആൻഡ് ജാസ്മിൻ. ഇപ്പോൾ ഗബ്രിക്ക് ജാസ്മിനെ അറിയത്തേ ഇല്ല. ഈ നിൽക്കുന്ന സ്ത്രീയെ പരിചയമുണ്ടോ? ഏത്? ഇല്ല. ജാസ്മിൻ എന്ന വ്യക്തിയെ ഈ ലോകത്ത് എവിടെയും വെച്ച് ഗബ്രി കണ്ടിട്ടില്ലാത്ത പോലെയാണ് പല ഇന്റർവ്യൂകളിലും ഇരുന്ന് ഘോരം വാദിക്കുന്നത്. തുടക്കം മുതലേ എനിക്ക് സംശയം ഉണ്ടായിരുന്നു. ഞാൻ മാത്രം ബാച്ചിലറുള്ളൂട്ടോ. എന്റെ കല്യാണം കഴിഞ്ഞു. അവനവന്റെ കാര്യം പറഞ്ഞ പോരെ. നിങ്ങൾ കല്യാണം കഴിഞ്ഞിട്ടല്ലേ ജീവിക്കണേ? നീ എന്താ ഈ പറയണ? രണ്ടുപേരും കൂടി പറ്റിച്ചല്ലോ. പുള്ളി വിചാരിച്ചിരിക്കുന്ന ജാസ്മിനെ ഹോട്ട് ലിവിംഗ് ടുഗദർ ആണെന്നുള്ള രീതിയില്ല. കള്ളം പറഞ്ഞ കണ്ണടിച്ചാൻ പൊളിക്കുന്നുണ്ട്. എന്തുവാടേ ഇത്? ഞാൻ തെറ്റിദ്ധരിക്കപ്പെടുന്നതാണോ എന്നെ തെറ്റിദ്ധരിപ്പിക്കുന്നതാണോ എന്നറിയില്ല. അതെയോ പൊട്ടും കളിക്കരുത് കേട്ടോ. ഞാൻ സിംഗിൾ ആണ്. ഭയങ്കര മനസ്സ് സങ്കടത്തിലിരിക്കാൻ സന്തോഷ്. ഭയങ്കര മനസ്സിൽ നീ എന്നെ പറ്റിച്ചതാ. ഒരുത്തിയെ മാക്സിമം യൂസ് ചെയ്ത് യൂട്ടിലൈസ് ചെയ്ത് അവളെ വെച്ച് മുതലാക്കി കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് നടപടി ക്രമങ്ങളൊക്കെ കഴിഞ്ഞപ്പോ സ്റ്റിൽ ഐ ആം സിംഗിൾ. നിനക്കെല്ലാം ഉണ്ടാവും, ദൈവം തരും. വന്ന വഴി മറക്കരുത്. He is single and bachelor and still looking for girls. ഞാൻ ഇങ്ങനെ കല്യാണം കഴിക്കാതെ പെര നിറഞ്ഞിരുന്ന് പോയോ? അതായത് തന്റെ ഒപ്പരം നടന്ന പല പെൺകുട്ടികളിൽ ഒരാൾ എന്നുള്ളൊരു ലേബലാണ് ഗബ്രി എന്ന് പറയുന്ന ഈ ഒരു പഹയൻ ഉൾക്ക് ചാർത്തി കൊടുത്തിരിക്കുന്നത്. നമ്മൾ തമ്മിലുള്ള അടുപ്പം സ്വല്പം കൂടിപ്പോയത് കൊണ്ട് നിനക്കെന്നെ നന്നായിട്ട് മനസ്സിലാക്കാൻ പറ്റി. അതുകൊണ്ട് തന്നെ എന്നെ ഒന്നാന്തരം വിഡ്ഢിയാക്കാൻ നിനക്ക് പറ്റി. ഒരാളെ പരിചയപ്പെടാൻ പറ്റുന്നതും അയാൾ നമ്മുടെ ജീവിതത്തിന്റെ വലിയൊരു ഭാഗമാവുന്നതും നമ്മുടെ കൂടെ കൈപിടിച്ച് നിൽക്കുന്നതും ഐ എം എക്സ്ട്രീംലി ഗ്രേറ്റ്ഫുൾ ഫോർ ജാസ്മിൻ ഇൻ മൈ ലൈഫ്. അവള് മണ്ടി, ഞാൻ അവളെ പറ്റിക്കാൻ പറഞ്ഞ. ഞാൻ വാക്ക് പറഞ്ഞിട്ടുണ്ട് ജാസ്മിന്റെ അടുത്ത്, ഈ ലോകം മുഴുവൻ നിന്റെ എതിരെ നിന്ന് കഴിഞ്ഞാലും നിന്റെ കൈപിടിച്ച് ഞാൻ നിന്റെ ഒപ്പം നിൽക്കുന്നു. ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞ കാര്യമാണ്. എന്റെ വാക്ക് എനിക്കൊരു വാക്കേ ഉള്ളൂ. എന്നാണുണ്ടോ നിങ്ങൾക്ക്? ഗബ്രി പല ആൾക്കാരെ ജീവിതത്തിൽ നിന്ന് എടുത്തു കളയുന്നത് പോലെ ഇപ്പോൾ ജാസ്മിനെയും എടുത്തു കളയാനായിട്ട് ശ്രമിക്കുകയാണ്. ലൈഫ് എന്ന് പറഞ്ഞാൽ പ്ലേ ആൻഡ് എൻജോയ്. ഇതിലെന്ത് വഞ്ചന? യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ നിസ്സാര സംഭവം അത്.